എൻ്റെ നാത്തൂനുണ്ടാക്കി സെയിൽ ചെയ്യുന്ന സ്പെഷ്യൽ മാങ്ങാച്ചാറ്. ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഇതൊന്ന് കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കാണിക്കാമോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. 3 പച്ച മാങ്ങ എടുത്തു, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടുവേ. ഈ ഒരു മാങ്ങാച്ചാറ് നമ്മുടെ പേജിൽ നിന്ന് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്, ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റീൽ DM ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ തരാവേ. ഇനി നമുക്ക് മാങ്ങാച്ചാറ് ഇടാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. നല്ലെണ്ണയാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. നമ്മളിവിടെ നല്ലെണ്ണയിലാണ് വെക്കുന്നത്. നല്ലെണ്ണയാകുമ്പോൾ കേടാവാതിരിക്കുവേ. ഇനി അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്തത്. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അത് ഒരു ടേബിൾ സ്പൂണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തത്. 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടാനും അതുപോലെ അച്ചാർ കേടാവാതിരിക്കാനും കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഉലുവയും കടുകും പൊടിച്ചില്ലേ, അത് കുറച്ചിട്ട് കൊടുത്തു. ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഭരണിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം കേടാവാതിരിക്കുവേ.